കഥ തുടങ്ങുന്നത് ഇരുട്ടുനിറഞ്ഞ റെൻലി ബരാത്തിയണിന്റെ ക്യാമ്പിലാണ്. പുറത്ത് കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ടെന്റിനുള്ളിൽ റെൻലിയും കാറ്റ്ലിൻ സ്റ്റാർക്കും ഇരിക്കുന്നു. റെൻലിയുടെ സുരക്ഷയ്ക്കായി ബ്രയൻ ഓഫ് ടാത്ത് തൊട്ടടുത്തു തന്നെ നിൽപ്പുണ്ട്. ഒരു വലിയ ഉടമ്പടിക്ക് തയ്യാറെടുക്കുകയാണവർ. റെൻലി ഗൗരവത്തോടെ ചോദിച്ചു, നീ സത്യം ചെയ്യുമോ? കാറ്റ്ലിൻ സ്റ്റാർക്ക് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അമ്മയാണ് സത്യം. എന്റെ മകന് ഇരുമ്പ് സിംഹാസനത്തിൽ താൽപ്പര്യമില്ല. റെൻലി ഒരു കപ്പ് വൈൻ എടുത്തു കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ നമുക്കിടയിൽ ശത്രുതയുടെ ആവശ്യമില്ല. നിന്റെ മകന് വടക്കിന്റെ രാജാവ് എന്ന് സ്വയം വിളിക്കാം. പക്ഷേ അവൻ എനിക്ക് വിധേയനായിരിക്കണം. കാറ്റ്ലിൻ ചോദിച്ചു, എന്താണ് വ്യവസ്ഥകൾ? റെൻലി പറഞ്ഞു, നെഡ് സ്റ്റാർക്ക് റോബർട്ടിന് നൽകിയ അതേ സത്യപ്രതിജ്ഞ. അവരുടെ സൗഹൃദമാണ് ഈ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തിയത്. കാറ്റ്ലിൻ ഒന്നാലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, പകരം എന്റെ മകനെന്ത് ലഭിക്കും? റെൻലി എഴുന്നേറ്റു. ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ എന്റെ സഹോദരന്റെ സൈന്യത്തെ തകർക്കും. അതുകഴിഞ്ഞാൽ ബരാത്തിയോൺ കുടുംബവും സ്റ്റാർക്ക് കുടുംബവും ചേർന്ന് നമ്മുടെ പൊതുശത്രുവിനെതിരെ പോരാടും. റെൻലി നടന്നു നീങ്ങി. കാറ്റ്ലിൻ പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങൾ എപ്പോഴും അടുപ്പമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ യുദ്ധം ഒഴിവാക്കൂ. നിങ്ങളുടെ സഹോദരനുമായി സമാധാനമുണ്ടാക്കൂ. റെൻലി പുച്ഛത്തോടെ പറഞ്ഞു, സ്റ്റാനിസുമായി സമാധാനമോ? റെൻലി കണ്ണാടിക്കു മുൻപിൽ നിന്നു. ബ്രിയാൻ അവന്റെ കവചം അഴിച്ചുമാറ്റുകയാണ്. റെൻലി പറഞ്ഞു, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ യുദ്ധം 2 ആഴ്ച കൊണ്ട് തീർക്കാം. പെട്ടെന്ന് അന്തരീക്ഷം മാറി. ടെന്റിനു പുറത്ത് കാറ്റ് അലറി വിളിച്ചു. വാതിലിലൂടെ ഒരു കറുത്ത പുക ഉള്ളിലേക്ക് ഇരച്ചുകയറി. ബ്രിയാൻ ഞെട്ടിത്തരിച്ചു. ആ പുക പതുക്കെ ഒരു മനുഷ്യരൂപം പ്രാപിച്ചു. അത് വെറുമൊരു നിഴലായിരുന്നില്ല. അത് സ്റ്റാനിസിന്റെ മുഖമുള്ള ഒരു നിഴലായിരുന്നു. ആ നിഴൽ റെൻലിയുടെ പിന്നിലൂടെ ചെന്നു. കഠാരകൊണ്ട് അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. റെൻലി പിടഞ്ഞുകൊണ്ട് താഴേക്ക് വീണു. ആ നിഴൽ കാറ്റിൽ അലിഞ്ഞുപോയി. ബ്രിയാൻ അലറി വിളിച്ചു. ബ്രിയാൻ ഓടിച്ചെന്ന് റെൻലിയെ താങ്ങിപ്പിടിച്ചു. അപ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ബഹളം കേട്ട് 2 പടയാളികൾ ഓടിവന്നു. റെൻലിയുടെ മൃതദേഹത്തിനടുത്ത് നിൽക്കുന്ന ബ്രിയാനെ കണ്ട് അവർ തെറ്റിദ്ധരിച്ചു. പടയാളി അലറി, ഇവളെ കൊല്ലൂ. കാറ്റലിൻ വിളിച്ചു പറഞ്ഞു, അവളല്ല അത് ചെയ്തത്. പക്ഷെ പടയാളികൾ കേട്ടില്ല. അവർ ബ്രിയാനെ ആക്രമിച്ചു. സങ്കടവും ദേഷ്യവും കൊണ്ട് വിറച്ച ബ്രിയാൻ ആ 2 പടയാളികളെയും നിമിഷനേരം കൊണ്ട് വെട്ടിവീഴ്ത്തി. എന്നിട്ട് റെൻലിയുടെ മൃതദേഹത്തിൽ വീണ് കരഞ്ഞു. കാറ്റലിൻ അവളുടെ തോളിൽ പിടിച്ചു. കാറ്റലിൻ പറഞ്ഞു, നമുക്ക് പോകണം. അവർ നിന്നെ തൂക്കിക്കൊല്ലും. ബ്രിയാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകില്ല. കാറ്റലിൻ ഓർമ്മിപ്പിച്ചു, നീ മരിച്ചാൽ പിന്നെ നിനക്കവനുവേണ്ടി പ്രതികാരം ചെയ്യാൻ കഴിയില്ല. ആ വാക്കുകൾ ബ്രിയാന്റെ ഉള്ളിൽ തറച്ചു. പ്രതികാരം, അതാണ് ഇനി ലക്ഷ്യം. അവൾ എഴുന്നേറ്റു. കാറ്റലിൻ വാതിലിലേക്ക് പോയെങ്കിലും ബ്രിയാൻ തടഞ്ഞു. ബ്രിയാൻ പറഞ്ഞു, ആ വഴിയല്ല. അവർ ടെന്റിന്റെ തുണി കീറി ഇരുളിലേക്ക് ഓടിപ്പോയി. കടൽക്കരയിൽ സ്റ്റാനിസിന്റെ കപ്പലുകൾ വന്നെത്തി. ക്യാമ്പിൽ ആകെ അരാജകത്വം. ലിറ്റിൽ ഫിംഗർ അവിടേക്ക് നടന്നുവരുന്നു. ടെന്റിനുള്ളിൽ ലോറാസ് ടൈറൽ തന്റെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹത്തിനു മുന്നിൽ തകർന്നിരിക്കുകയാണ്. മാർജറി ടൈറൽ പുറകിൽ നിൽപ്പുണ്ട്. മാർജറി പറഞ്ഞു, ലോറസ്, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോഴാണ് ലിറ്റിൽ ഫിംഗർ അവിടേക്ക് വന്നത്. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, പ്രഭുക്കന്മാരെ. ലോറാസ് ദേഷ്യത്തോടെ പറഞ്ഞു, ഇറങ്ങിപ്പോടാ. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, 1 മണിക്കൂറിനുള്ളിൽ സ്റ്റാനിസ് ഇവിടെയെത്തും. റെൻലിയുടെ സൈന്യം മുഴുവൻ സ്റ്റാനിസിനൊപ്പം ചേരും. നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ പിടിച്ച് സ്റ്റാനിസിനു കൊടുക്കും. മാർജറി തടഞ്ഞു. റെൻലിയെ കൊന്നത് ബ്രിയാനാണെന്നാണ് പറയുന്നത്. ലോറാസ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല. റെൻലിയുടെ മരണം കൊണ്ട് ഏറ്റവും ഗുണം ആർക്കാണ്? സ്റ്റാനിസിന്. ഞാൻ അവന്റെ മുഖം വെട്ടിക്കീറും. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു, സർ ലോറസ്, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്താണ്? ലോറാസ് പറഞ്ഞു, പ്രതികാരം. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, നല്ല കാര്യം. പക്ഷെ ഇന്ന് നിങ്ങൾ സ്റ്റാനിസിനെ കൊല്ലാൻ പോയാൽ നിങ്ങൾ മരിക്കും. പ്രതികാരം ചെയ്യണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം. ജീവനോടെയിരിക്കണം. മാർജറി ലോറസിന്റെ അടുത്തു ചെന്ന് തലോടി. ലോറസ് മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് വാളുമെടുത്ത് പുറത്തേക്ക് പോയി. മാർജറി റെൻലിയുടെ മൃതദേഹത്തിലേക്ക് നോക്കി. മാർജറി പറഞ്ഞു, അദ്ദേഹം നല്ല ഭംഗിയുള്ളവനായിരുന്നു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, അതെ, യുവരാജ്ഞി. മാർജറി തിരുത്തി, യുവരാജ്ഞിയോ? സ്വയം രാജാവ് എന്ന് വിളിച്ചതുകൊണ്ട് ആരും രാജാവാകില്ല. റെൻലി രാജാവല്ലെങ്കിൽ ഞാൻ രാജ്ഞിയുമല്ല. ലിറ്റിൽ ഫിംഗർ സൂത്രത്തിൽ ചോദിച്ചു, നിങ്ങൾക്കൊരു രാജ്ഞിയാകാൻ ആഗ്രഹമുണ്ടോ? മാർജറി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ മുഖത്ത് സങ്കടമല്ല, വലിയൊരു ലക്ഷ്യമായിരുന്നു കണ്ടത്. മാർജറി പറഞ്ഞു, വേണ്ട, എനിക്കൊരു രാജ്ഞിയാകണ്ട. എനിക്ക് ദ ക്വീനാകണം. ടിറിയൻ ലാനിസ്റ്റർ വൈൻ കുടിച്ചുകൊണ്ട് സെർസിയുടെ മുറിയിലിരിക്കുന്നു. സെർസി ചോദിച്ചു, കൊല്ലപ്പെട്ടെന്നോ? ആര്? ടിറിയൻ പറഞ്ഞു, പല കഥകളാണ് കേൾക്കുന്നത്. കാറ്റലിൻ സ്റ്റാർക്കാണെന്ന് ചിലർ, അതല്ല സ്വന്തം ഗാർഡാണെന്ന് ചിലർ, സ്റ്റാനിസാണെന്ന് മറ്റു ചിലർ. സെർസി ചിരിച്ചുകൊണ്ട് വൈനൊഴിച്ചു. ആര് ചെയ്തതായാലും നന്നായി. ടിറിയൻ പറഞ്ഞു, വാരിസ് പറയുന്നത് റെൻലിയുടെ സൈന്യം സ്റ്റാനിസിനൊപ്പം ചേർന്നുവെന്നാണ്. അതായത് കരയിലും കടലിലും സ്റ്റാനിസ് നമ്മളെക്കാൾ ശക്തനായി. സെർസി അഹങ്കാരത്തോടെ പറഞ്ഞു, നമ്മുടെ കയ്യിൽ പണമുണ്ട്. ടിറിയൻ പറഞ്ഞു,
പണം കൊണ്ട് യുദ്ധം ജയിക്കില്ല. സ്റ്റാനിസ് ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ തയ്യാറെടുക്കണം. സെർസി പറഞ്ഞു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. രാജാവ് നേരിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ടിറിയൻ സംശയത്തോട് ചോദിച്ചു. ജോഫ്രിയോ? അവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? സെർസി അത് പറയാൻ കൂട്ടാക്കിയില്ല. അതൊക്കെ രാജാവിന്റെ രഹസ്യങ്ങളാണ്. ടിറിയൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. തെരുവിലെ തിരക്കിനിടയിൽ ബ്രോൺ നിൽപ്പുണ്ടായിരുന്നു. ടിറിയൻ ലാൻസൽ ലാനിസ്റ്ററിനെ രഹസ്യമായി കാണുന്നു. ടിറിയൻ ചോദിച്ചു. എന്താണ് ജോഫ്രിയും സെർസിയും പ്ലാൻ ചെയ്യുന്നത്? ലാൻസൽ ഭയത്തോടെ പറഞ്ഞു. വൈൽഡ് ഫയർ. ടിറിയൻ ഞെട്ടി. വൈൽഡ് ഫയറോ? നീ കള്ളം പറയുകയാണോ? ലാൻസൽ പറഞ്ഞു. അല്ല, അവർ ആൽക്കമിസ്റ്റുകളെക്കൊണ്ട് വൈൽഡ് ഫയർ ഉണ്ടാക്കുകയാണ്. ആയിരക്കണക്കിന് ഭരണികൾ. ടിറിയൻ ചോദിച്ചു. അവർ അത് എന്തു ചെയ്യാനാണ് പോകുന്നത്? ലാൻസൽ പറഞ്ഞു. കോട്ടമതിലിൽ നിന്ന് സ്റ്റാനിസിന്റെ കപ്പലുകളിലേക്ക് എറിയാൻ. ടിറിയൻ ലാൻസലിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞുവിട്ടു. ബ്രോൺ ചിരിച്ചു. ബ്രോൺ പറഞ്ഞു. നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവനെ ഞാൻ കൊന്നോട്ടെ. ടിറിയൻ പറഞ്ഞു. തീർച്ചയായും. സ്റ്റാനിസ് ബെരാത്തിയോൺ റെൻലിയുടെ ടെന്റിനു മുന്നിൽ നിൽക്കുന്നു. ഡാവോസ് സീവർത്ത് അവിടേക്ക് വന്നു. ഡാവോസ് പറഞ്ഞു. യുവരാജാവേ, നിങ്ങളുടെ സഹോദരന്റെ വിയോഗത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. സ്റ്റാനിസ് നിർവികാരനായി പറഞ്ഞു. ഞാനും വിഷമിക്കുന്നുണ്ട്. ഡാവോസ് പറഞ്ഞു. ആ ഗുഹയിൽ വെച്ച് ഞാൻ കണ്ട കാര്യം. സ്റ്റാനിസ് തടഞ്ഞു. അതിനെക്കുറിച്ച് മിണ്ടരുത്. ഡാവോസ് പറഞ്ഞു. ആ മന്ത്രവാദിനി മെലിസാൻഡ്ര, അവൾ അപകടകാരിയാണ്. റെൻലിയുടെ സൈന്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ അവളെ കൂടെ കൂട്ടരുത്. ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവൾക്ക് പോകും. പടയാളികൾ അവളെ ഭയക്കുന്നു. സ്റ്റാനിസ് ആലോചിച്ചു. സത്യം കൈപ്പേറിയതാണെങ്കിലും സ്റ്റാനിസ് അത് കേൾക്കാൻ തയ്യാറായിരുന്നു. സ്റ്റാനിസ് പറഞ്ഞു. ശരി, നമ്മൾ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകുമ്പോൾ മെലിസാൻഡ്ര കൂടെയുണ്ടാകില്ല. ടിറിയനും ബ്രോണും തെരുവിലൂടെ നടക്കുന്നു. അവർ ഒരു ആൾക്കൂട്ടത്തിനു മുന്നിലെത്തി. അവിടെ ഒരുത്തൻ രാജാവിനെതിരെ പ്രസംഗിക്കുകയാണ്. അയാൾ വിളിച്ചുകൂവി. നമ്മുടെ രാജാവ് ഒരു ദുഷ്ടനാണ്. ആരും കാണാത്തപ്പോൾ ഒരു ഡീമൺ മങ്കി അവന്റെ ചെവിയിൽ കാര്യങ്ങൾ ഓതിക്കൊടുക്കുന്നു. ആ കുള്ളനാണ് ഇതിനെല്ലാം കാരണം. ടിറിയൻ അത് കേട്ട് ഞെട്ടി. ടിറിയൻ ചോദിച്ചു. ഡീമൺ മങ്കിയോ? എന്നെയാണോ? ബ്രോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ. ജനങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണ് ജോഫ്രിയെ നിയന്ത്രിക്കുന്നതെന്നാണ്. നഗരത്തിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം നിങ്ങളാണെന്ന് അവർ കരുതുന്നു. ടിറിയൻ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. തിയോൺ ഗ്രേ ജോയ് ഒരു പുതിയ കവചമൊക്കെയിട്ട് തന്റെ കപ്പലായ സീ ബീച്ചിലേക്ക് നടന്നുവരുന്നു. അവിടെയുള്ള നാവികർ അവനെ ശ്രദ്ധിക്കുന്നുപോലുമില്ല. തിയോൺ ഗൗരവത്തോടെ പറഞ്ഞു. ഞാനാണ് നിങ്ങളുടെ കമാൻഡർ. ആരും മിണ്ടിയില്ല. തിയോൺ അലറി. നിൽക്കാൻ. നിങ്ങളുടെ ക്യാപ്റ്റൻ പറയുകയാണ്. ബ്ലാക്ക് ലോറൻ എന്ന പരുക്കൻ നാവികൻ മുന്നോട്ടു വന്നു. അയാൾ ചോദിച്ചു. എങ്ങോട്ടാണ് പോകേണ്ടത് ക്യാപ്റ്റൻ? തിയോൺ പറഞ്ഞു. സ്റ്റോണി ഷോറിലേക്ക്. അവിടെയുള്ള ഗ്രാമങ്ങൾ കൊള്ളയടിക്കാം. ലോറൻ പുച്ഛത്തോടെ ചിരിച്ചു. ഞാനീ പണി തുടങ്ങിയിട്ട് കാലം കുറേയായി. നിന്നെപ്പോലെ ഒരുത്തൻ എന്നെ പഠിപ്പിക്കേണ്ട. എനിക്ക് വേണ്ടത് ഒരു കപ്പൽ മാത്രമാണ്. നിന്നെ എനിക്ക് ആവശ്യമില്ല. അയാൾ തിരിഞ്ഞു നടന്നു. തിയോൺ ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്റെ കപ്പലെടുത്താൽ ഞാൻ നിന്നെ വേട്ടയാടി പിടിച്ച് തൂക്കിക്കൊല്ലും. അവരെല്ലാവരും തിയന്നെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് യാര ഗ്രേജോയ് വന്നത്. യാര ചോദിച്ചു. എങ്ങനെയുണ്ട് പുതിയ കമാൻഡർ സ്ഥാനം? തിയോൺ നാണം കെട്ടുനിന്നു. യാര പറഞ്ഞു. സ്റ്റോണി ഷോറിൽ പോയി വല്ല മീൻപിടുത്തക്കാരെയും കൊള്ളയടിക്ക്. യാര പോയിക്കഴിഞ്ഞപ്പോൾ തിയൻ നാവികരുടെ കൂടെ ചെല്ലാതെ കരയിൽ തന്നെ നിന്നു. ഡാഗ്മർ എന്ന വയസ്സനായ പടയാളി അടുത്തുവന്നു. തിയോൺ ചോദിച്ചു. അവർക്ക് എന്നോട് ബഹുമാനമില്ല. ഈ ചെറിയ ഗ്രാമങ്ങൾ കൊള്ളയടിച്ചിട്ട് ഞാൻ എന്തു തെളിയിക്കാനാണ്? ഡാഗ്മർ പറഞ്ഞു. അവർ അയൺ ഐലൻഡുകാരാണ്. അവർക്ക് ധീരതയാണ് വേണ്ടത്. തിയോൺ പറഞ്ഞു. ടോർഹൻ സ്ക്വയർ പിടിച്ചാൽ ഒരു വിലയുണ്ടാകും. പക്ഷേ അത് പിടിച്ചാൽ ഉടനെ വിന്റർഫെല്ലിൽ നിന്ന് സ്റ്റാർക്ക് സൈന്യം വരും. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് തിയോണിന്റെ മനസ്സിൽ ഒരു വെളിച്ചം മിന്നി. വിന്റർഫെല്ലിൽ നിന്ന് സൈന്യം ടോറൻ സ്ക്വയറിലേക്ക് പോയാൽ വിന്റർഫെല്ലിൽ ആരുണ്ടാകും? തിയോൺ ക്രൂരമായി ചിരിച്ചു. അവന്റെ മുഖത്ത് ചതിയുടെ നിഴൽ വീണു. ടൈവിൻ ലാനിസ്റ്റർ തന്റെ യുദ്ധ കൗൺസിലിൽ ഇരിക്കുകയാണ്. ആര്യ സ്റ്റാർക്ക് അവിടെ പാനീയങ്ങൾ വിളമ്പുന്നു. ഒരു കമാൻഡർ പറഞ്ഞു. റോബ് സ്റ്റാർക്ക് ജയിച്ചു മുന്നേറുകയാണ്. വടക്കുള്ളവർ അവനെ ദൈവത്തെപ്പോലെയാണ് കാണുന്നത്. ടൈവിൻ ശാന്തനായി പറഞ്ഞു. നമ്മൾ അവനെ കുറച്ചു കണ്ടു. അവൻ യുദ്ധം ജയിക്കുന്നു. പടയാളികൾ അവനെ വിശ്വസിക്കുന്നു. അവനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. ടൈവിൻ ആര്യയെ നോക്കി. ടൈവിൻ പറഞ്ഞു. എനിക്ക് വൈൻ വേണ്ട, വെള്ളം മതി. കുട്ടി, നീ എവിടെ നിന്നാണ്? ആര്യ പേടിച്ചു. അവൾ പറഞ്ഞു. മെയ്ഡൻ പൂൾ. ടൈവിൻ ചോദിച്ചു. അവിടുത്തെ പ്രഭുവിന്റെ പേരെന്താണ്? ടൈവിൻ സൂക്ഷിച്ചു നോക്കി. നീ വടക്ക് നിന്നാണ്. ശരിയല്ലേ? ആര്യ തലയാട്ടി. ടൈവിൻ ചോദിച്ചു. നീ എവിടെ നിന്നാണ്? ആര്യ പറഞ്ഞു. ബാറോഡൻ, ഡസ്റ്റിൻ പ്രഭുവിന്റെ സ്ഥലം. ടൈവിൻ ചോദിച്ചു. റോബ് സ്റ്റാർക്കിനെക്കുറിച്ച് അവിടെ എന്താണ് പറയുന്നത്? ആര്യ പറഞ്ഞു. അവർ അവനെ യങ് വുൾഫ് എന്ന് വിളിക്കുന്നു. ടൈവിൻ ചോദിച്ചു. വേറെ? ആര്യ ടൈവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൻ യുദ്ധത്തിനു വരുന്നത് ഒരു ഭീമൻ ചെന്നായയുടെ പുറത്താണെന്ന് പറയുന്നു. അവനു വേണമെങ്കിൽ ചെന്നായയായി മാറാൻ കഴിയുമെന്ന് പറയുന്നു.
അവനെ ആർക്കും കൊല്ലാൻ കഴിയില്ലെന്നും പറയുന്നു. ടൈവിൻ ചോദിച്ചു, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ആര്യ ഗൗരവത്തോടെ പറഞ്ഞു, ഇല്ല മൈ ലോർഡ്, ആരെയും കൊല്ലാൻ കഴിയും. എനിവൺ ക്യാൻ ബി കിൽഡ്. ഒരു നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു. മരണത്തിന്റെ തണുപ്പുള്ള നോട്ടം. ആര്യ വെള്ളമെടുക്കാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് ജക്കേൻ ഹെഗർ ഒരു ലാനിസ്റ്റർ പടയാളിയുടെ വേഷത്തിൽ വരുന്നത്. ആര്യ മുഖം താഴ്ത്തി നടന്നു. പക്ഷെ ജക്കേൻ അവളെ തടഞ്ഞു. ജക്കേൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയൊന്നും മിണ്ടുന്നില്ല. എ ഗേൾ സേസ് നത്തിങ്. ആര്യ ഞെട്ടി. ജക്കേൻ പറഞ്ഞു, ഒരു ആൺകുട്ടി പെൺകുട്ടിയായി മാറി. ആര്യ പറഞ്ഞു, ഞാൻ നിങ്ങളെ അന്ന് തീയിൽ നിന്ന് രക്ഷിക്കരുതായിരുന്നു. ജക്കേൻ ചിരിച്ചു. ഒരു മനുഷ്യൻ അവന്റെ കടം വീട്ടുന്നു. റെഡ് ഗോഡിന് ലഭിക്കേണ്ടിയിരുന്ന 3 ജീവനുകൾ നീ കവർന്നെടുത്തു. പകരം 3 ജീവനുകൾ നമ്മൾ തിരിച്ചുകൊടുക്കണം. ആര്യ ചോദിച്ചു, എന്നുവെച്ചാൽ? ജക്കേൻ പറഞ്ഞു, നീ 3 പേരുകൾ പറയൂ, ആരെ വേണമെങ്കിലും. ഞാൻ അവരെ കൊല്ലാം. 3 പേർ മാത്രം. ആര്യയുടെ കണ്ണുകളിൽ പ്രതികാരം നിറഞ്ഞു. അവൾക്ക് ആദ്യം ഓർമ്മ വന്നത് ക്രൂരനായ ദ ടിക്ലർ എന്ന പടയാളിയെയാണ്. ആര്യ പറഞ്ഞു, ദ ടിക്ലർ. മഞ്ഞിലൂടെ നൈറ്റ്സ് വാച്ച് സംഘം നീങ്ങുകയാണ്. അവർ ഫിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ്മെൻ എന്ന പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളിലെത്തി. സാം പറഞ്ഞു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഇവിടെ നിന്നിരുന്നു. അവർ എന്തിനെയോ ഭയന്നിരുന്നു. ജോൺ പറഞ്ഞു, അതെ, അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പെട്ടെന്ന് ഹോൺ മുഴങ്ങി. ഒറ്റവിളി. റേഞ്ചേഴ്സ് തിരിച്ചുവരുന്നു. അത് കോറിൻ ഹാഫ്ഹാൻഡായിരുന്നു, ഇതിഹാസതുല്യനായ റേഞ്ചർ. ക്യോറിൻ പറഞ്ഞു, മാൻസ് റെയ്ഡർ വൈൽഡിങ്ങുകളെ ഒന്നിപ്പിച്ചു കഴിഞ്ഞു. അവർ നമുക്ക് നേരെ വരികയാണ്. നമ്മൾ അവരെ ആക്രമിക്കണം. ടിറിയൻ ലാനിസ്റ്റർ ആൽക്കമിസ്റ്റുകളുടെ നിലവറയിലേക്ക് പോയി. അവിടെ പച്ചനിറത്തിൽ തിളങ്ങുന്ന ദ്രാവകം നിറച്ച ഭരണികൾ. വൈൽഡ് ഫയർ. ആൽക്കമിസ്റ്റ് പറഞ്ഞു, ഇത് സാധാരണ തീയല്ല. ഇത് മാംസവും കല്ലും ഉരുക്കിക്കളയും. ടിറിയൻ ചോദിച്ചു, എത്രയുണ്ട്? ആൽക്കമിസ്റ്റ് ഒരു വലിയ വാതിൽ തുറന്നു. 7811 ഭരണികൾ. ബ്രോൺ പറഞ്ഞു, ഇതൊരു മണ്ടത്തരമാണ്. യുദ്ധത്തിൽ ഇതുപയോഗിച്ചാൽ നമ്മുടെ നഗരം തന്നെ കത്തും. ടിറിയൻ ആൽക്കമിസ്റ്റിനോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ഇത് രാജ്ഞിക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്, എനിക്ക് വേണ്ടിയാണ്. ഡെനേറീസ് ടാർഗേറിയൻ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. അവളുടെ ഡ്രാഗണുകൾ ചെറുതാണെങ്കിലും തീ തുപ്പാൻ പഠിച്ചിരിക്കുന്നു. മന്ത്രവാദിയായ പയാറ്റ് പ്രീ അവളുടെ അടുത്തുവന്നു. അയാൾ പറഞ്ഞു, എന്റെ മാജിക്ക് കാണണോ? അയാൾ കയ്യിൽ നിന്ന് ഒരു രത്നം കൊടുത്തു. പെട്ടെന്ന് അയാളുടെ രൂപം 2ആയി മാറി. അതൊരു മായക്കാഴ്ചയായിരുന്നു. പയാറ്റ് പ്രീ പറഞ്ഞു, നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ഹൗസ് ഓഫ് ദി അൺഡൈയിങ് സന്ദർശിക്കാം. അയാൾ പോയപ്പോൾ ഗ്സാറോ ജോൻ ഡാക്സോസ് ഡെനേറിസിനെ തന്റെ വലിയ നിലവറയിലേക്ക് കൊണ്ടുപോയി. അതൊരു വളരിയൻ സ്റ്റീൽ വാതിലാണ്. ജാറോ പറഞ്ഞു, ഇതിനു പിന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയുണ്ട്. ഡെനേറീസ്, നീ എന്നെ വിവാഹം കഴിക്കൂ. ഞാൻ നിനക്ക് വെസ്റ്ററോസ് പിടിക്കാനുള്ള പണവും കപ്പലും തരാം. ഡെനേറീസ് അത് കേട്ട് അമ്പരന്നു നിന്നു. പിന്നീട് മുറിയിൽ വെച്ച് ജോറ മോർമോണ്ട് ഇതിനെ എതിർത്തു. ജോറ പറഞ്ഞു, നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന കിരീടത്തിന് വിലയുണ്ടാകില്ല. വെസ്റ്ററോസ് നിങ്ങളെ സ്നേഹിക്കണം. ഡാനി ദേഷ്യപ്പെട്ടു, എനിക്കെന്റെ രാജ്യം തിരിച്ചുവേണം. ഈ അവസരം ഞാൻ കളയില്ല. ജോറ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കപ്പൽ കണ്ടുപിടിച്ചു തരാം. പക്ഷേ നിങ്ങൾ സ്വന്തം നിലയിൽ വേണം ജയിക്കാൻ. നിങ്ങൾ വെറുമൊരു രാജ്ഞിയല്ല, നിങ്ങളൊരു ഭരണാധികാരിയാണ്. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബ്രിയാനും കാറ്റലിനും സംസാരിക്കുന്നു. ബ്രിയാൻ പറഞ്ഞു, ആ നിഴലിന് സ്റ്റാനിസിന്റെ മുഖമായിരുന്നു. കാറ്റലിൻ പറഞ്ഞു, നമുക്ക് വിന്റർഫെല്ലിലേക്ക് പോകണം. എന്റെ മക്കൾ അവിടെയുണ്ട്. ബ്രിയാൻ ചോദിച്ചു, ഞാൻ സ്റ്റാനിസിനെ കൊന്നോട്ടെ? കാറ്റലിൻ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ വേണ്ട. ബ്രിയാൻ തന്റെ വാളൂരി കാറ്റലിന്റെ മുന്നിൽ മുട്ടുകുത്തി. ബ്രിയാൻ പറഞ്ഞു, ഞാൻ എന്റെ വാൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. പകരം സമയം വരുമ്പോൾ സ്റ്റാനിസിനെ കൊല്ലാൻ നിങ്ങളെന്നെ അനുവദിക്കണം. കാറ്റലിൻ ആ വാഗ്ദാനം സ്വീകരിച്ചു. വിന്റർഫെല്ലിൽ ബ്രാൻ സ്റ്റാർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. സർ റോഡ്രിക് ഓടിവന്നു പറഞ്ഞു, ടോറൻസ് സ്ക്വയർ ആക്രമിക്കപ്പെടുന്നു. ഞാൻ 200 പടയാളികളുമായി അങ്ങോട്ട് പോകുകയാണ്. ബ്രാൻ സമ്മതിച്ചു. വിന്റർഫെല്ലിൽ നിന്ന് പ്രധാന പടയാളികളെല്ലാം പോയി. ഇപ്പോൾ കോട്ട സുരക്ഷിതമല്ല. തിയോണിന്റെ കെണി പ്രവർത്തിച്ചു തുടങ്ങി. ബ്രാൻ ഓഷയോട് തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ബ്രാൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. കടൽ വിന്റർഫെല്ലിലേക്ക് ഇരച്ചുകയറുന്നു. തിരമാലകൾ മതിലുകൾ തകർക്കുന്നു. സർ റോഡ്രിക് ഉൾപ്പെടെ പലരും മുങ്ങിമരിക്കുന്നു. ഓഷ ഭയത്തോടെ നോക്കി. സമുദ്രം കിലോമീറ്ററുകൾ അകലെയാണ്. പക്ഷേ ബ്രാന്റെ സ്വപ്നങ്ങൾ വെറുതെയല്ല എന്നവൾക്കറിയാം. ഹാരൻഹാലിന്റെ നടുമുറ്റത്ത് ജെൻട്രി ഒരു വാളുണ്ടാക്കുകയാണ്. ചൂടായ ഇരുമ്പ് അടിച്ചുപരത്തി അവനത് വെള്ളത്തിൽ മുക്കി തണുപ്പിച്ചു. ആര്യമടുപ്പോടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അടുത്തെവിടെയോ വലിയൊരു ഭാരമുള്ള വസ്തു വീഴുന്ന ശബ്ദം. എന്താണെന്ന് നോക്കാൻ ആര്യ ഓടിച്ചെന്നു. ആര്യ ആൾക്കൂട്ടത്തിനിടയിലൂടെ നോക്കി. തറയിൽ ശരീരം തിരിഞ്ഞ് കഴുത്തൊടിഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ക്രൂരനായ ദ ടിക്ലർ. അവൾ ആശ്ചര്യത്തോടെ തലയുയർത്തി മുകളിലേക്ക് നോക്കി. കോട്ടയുടെ ഏറ്റവും മുകളിലായി ആരും ശ്രദ്ധിക്കാത്ത ഒരു കോണിൽ ജക്കേൻ ഹെഗ്ഗാർ നിൽക്കുന്നുണ്ടായിരുന്നു.
ആര്യയുടെ മുഖത്ത് ഭയമല്ല, സംതൃപ്തിയായിരുന്നു. മരണം തുടങ്ങിക്കഴിഞ്ഞു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.